നമസ്കാരം. എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നു നിൽക്കുന്നത് പുക്കാട്ടുപടി എന്ന സ്ഥലത്താണ്. നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം ഒരു 100-150 മീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ. ഇന്ന് വന്നിരിക്കുന്നത് 20 സെൻറ്റ് സ്ഥലവും 3500 സ്ക്വയർ ഫീറ്റും അടങ്ങുന്ന ഈ കാണുന്ന ഒരു വലിയൊരു വീട് ഇന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് വന്നു നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീട് മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം. ഇനി 20 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അതിൽ താഴെയാണ് വേണ്ടതെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് 20 സെൻറ്റ് പോരാ, ഒരു 25 വേണം, അല്ലെങ്കിൽ 30 സെൻറ്റ് വേണം, ഇനി 50 സെൻറ്റ് വേണം, എങ്ങനെയായാലും തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഏറ്റവും കുറഞ്ഞത് ഒരു 17 സെൻറ്റ് സ്ഥലവും ഈ വീടും എടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റേതായ വിലയായിരിക്കും. അപ്പോൾ നമുക്ക് വിലയും കാര്യങ്ങളും മറ്റൊക്കെ പറയാം. അതിനു മുമ്പ് നമുക്ക് മൊത്തം വീടൊന്ന് കണ്ടിട്ടൊന്ന് വരാം. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങളെ ആദ്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്കൊന്ന് വീടൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ഈ വീട്ടിലേക്ക് വരുന്ന വഴി. ഇതാണ് അത്യാവശ്യം നല്ല വീതിയുള്ള വഴിയാണ്. നമുക്ക് വീടിൻ്റെ ഈ റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് ഈ വീടിൻ്റെ കാണുന്നത്. അത്യാവശ്യം നമുക്ക് നല്ല സ്പേസാണ് കേട്ടോ ഇവിടെ. വീട്ടിൽ നല്ല വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നമുക്ക് അറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇത്രയും കോമ്പൗണ്ടിലേക്ക് കയറി കഴിയുമ്പോൾ നല്ല മനോഹരമായ രീതിയിൽ ഗാർഡനും എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ട 20 സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ ഏകദേശം അതേ കണ്ട കുറച്ച് മൊത്തം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സമയം ഒരുപാട് വൈകും. ഏകദേശം ഞാനൊന്ന് കാണിക്കുന്നതാണ്. സ്ഥലം കൂടുതൽ വേണമെങ്കിൽ സ്ഥലം കൂടുതൽ ഉണ്ടാവും. അതല്ല ഇനി ഒരു 15 സെൻറ്റ് സ്ഥലവും 17 സെൻറ്റ് സ്ഥലവും ഈ വീടുമാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അവർ തരും. ഇപ്പോൾ നമ്മൾ ഒരു 20 സെൻറ്റ് സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും കൂടി ഉള്ള ഒരു വിലയായിരിക്കും ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. നല്ല കൂളിംഗാണ് ഇവിടെ. നല്ല അത്യാവശ്യം നല്ല വണ്ടിയൊക്കെ ഇഷ്ടംപോലെ വാഹനങ്ങൾ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ നമുക്ക് ഈ വീട്ടിലുണ്ട്. ഉണ്ടോ, ഇതാണ് ഫോർച്ച്. ഉണ്ടോ, ഫോർച്ചിൽ നമുക്ക് ഒരു 3 വലിയ വണ്ടികൾ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് ഈ ഫോർച്ചിലുള്ളത്. പിന്നെ അത് കൂടാതെ നമുക്ക് പുറത്തും ഇത്രയും സ്പേസ് ഉണ്ടല്ലോ. $17 സെൻറ്റ് 20 സെൻറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം അറ്റം കണ്ട ആ റോഡ് വഴി അകത്തേക്ക് പോയേക്കണേ. നമുക്ക് മതിലിൻ്റെ അകത്തേക്ക് പോകാൻ സമയമില്ലാണ്ട് അവിടെ ഒരു മതിൽ കാണാം. അതെ, അവിടെ ഒരു മതിലുണ്ട്. ആ മതിൽ കെട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഫുള്ള് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് നിൽക്കുന്നത്. ഇനി സ്ഥലം കൂടുതൽ വേണമെങ്കിൽ ഇതിങ്ങനെ ഇവിടെ നിന്നാണ് എടുക്കാൻ പോകുന്നത്. അല്ല, ആ സ്ഥലം ഈ മതിലിൻ്റെ അങ്ങോട്ട് കുറച്ച് സ്ഥലം അങ്ങോട്ട് വേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര വേണം, 25, 30, 50, 60. ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് തിരിഞ്ഞു വരാൻ പറ്റും. വീടിൻ്റെ ഒരു സൈഡാണ്, അതിൻ്റെ ബാക്ക് സൈഡാണിത്. അപ്പോൾ നമുക്ക് ഇനി ഇന്ന് അകത്തേക്ക് കയറാമല്ലേ. അവിടുന്ന് പുറത്തേക്ക് നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട് സ്റ്റെയർ ഉണ്ട് കേട്ടോ. ഇവിടെ പുറത്തുനിന്ന് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ടോപ്പിലേക്ക് പോകാനായിട്ട്. ഉണ്ട്, വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നൊരു വ്യൂ ആണ് കാണുന്നത്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഓക്കെ, നമുക്കിനി നേരെ ഇവിടെയും ഫോർച്ച് ഉണ്ട്. 2 ഫോർച്ചാണ്. ഈ ഫോർച്ചിൽ നമുക്ക് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. ഉണ്ടോ, അതുകൂടാതെയാണ് ആ ഫോർച്ച് അവിടെ. നേരെ സിറ്റ് ഔട്ടിൽ കയറാം. സിറ്റ് ഔട്ട് നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇതെല്ലാം തേക്കാണ് കേട്ടോ. ഇവിടെ കണ്ട തേക്കാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ഈ വീടിൻ്റെ മൊത്തം തേക്കിലാണ് ഇത് പണിതിരിക്കുന്നത്. വീട്
വീട് കുറച്ച് പഴയ വീടാണെങ്കിൽ പോലും നല്ല വീടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അതെ, എല്ലാം തേക്കാണ് ഇതിൻ്റെ. ഇതൊക്കെ ഫുൾ തേക്കാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ജനലുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാ, നല്ല സ്പേസ് ഉണ്ട്. ഡോറ് തുറന്നു കഴിഞ്ഞാൽ 2 പാളിയുടെ ഡോറാണ് കേട്ടോ. തുറന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ ലിവിങ് റൂമിലേക്ക് കയറുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഹാളിലേക്ക് കയറണം. ഹാള് അത്യാവശ്യം വലിപ്പമുണ്ട്. ഇത് വലിയൊരു ഡൈനിങ് ടേബിൾ അവിടെ കിടക്കണം കേട്ടോ. അത് കഴിഞ്ഞ് സ്പേസും ഉണ്ട് ഇവിടെ. ഇവിടെയാണ് എൻ്റെ വാശിരി കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു വാശിരി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ. മൊത്തം 5 ബെഡ്റൂമാണ് കേട്ടോ. താഴത്ത് 3 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമാണ്. അങ്ങനെ മൊത്തം 5 ബെഡ്റൂമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ്. നമുക്ക് വേഗം വേഗം ഒന്ന് കണ്ടിട്ട് വരാം. ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി നമുക്കൊരു ബെഡ്റൂം കൂടെ ഉണ്ട് താഴത്ത്. ഇതൊരു ബെഡ്റൂമാണ്. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. ഈ വീടിൻ്റെ ഇത് കിഴക്കോട്ട് ദർശനമാണ് കേട്ടോ വീട് ഇരിക്കുന്നത്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. ഇത് കിച്ചണാണ്. ഇത് കിച്ചണാണ്. ഇവിടെ ചെറിയൊരു സ്റ്റോർ റൂമുണ്ട് ഉണ്ടോ. ഇനി ഇത് കൂടാതെ ദയവിടെ സെക്കൻഡ് കിച്ചൺ ഉണ്ട് കണ്ടോ. പുകയില്ലാത്ത അടുപ്പ്. ഇനി ഇതും നമ്മൾ തുറന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ അതേപോലെ സ്പേസ് ഉണ്ട് കണ്ടോ. പുറത്തൊരു ഇവിടെ ചെറിയൊരു ബാത്റൂമുണ്ട്. ചെറിയൊരു ബാത്റൂമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു അമ്മിക്കല്ലും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. എൻ്റെ ബാക്ക് സൈഡാണ്, ഏറ്റവും ബാക്ക് സൈഡ്. ഓക്കെ, സൈഡിലൊക്കെ ജാതിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ഇനി നേരെ നമുക്ക് ഏറ്റവും മുകളിലേക്കൊന്ന് പോയി നോക്കാം. ഇതാണ് സ്റ്റെയർ. അപ്പോൾ നേരെ നമ്മൾ മുകളിലേക്ക് ഇവിടെ കയറിയാലും ഇവിടെ ഇതാണ് കയറി വരുന്നൊരു റൂമാണിത്. ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ. ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂം. പിന്നെ ഇത് കൂടാതെ ഇവിടുന്ന് നമുക്കത് ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട് ഇങ്ങനെ. ഇനി നമുക്ക് ഇവിടെ ഒരു റൂം, ഒരു ബെഡ്റൂമാണിത് കണ്ട. ഒരു ബെഡ്റൂമാണ്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണിത്. ഇനി ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഫുള്ള് തേക്കാണ്ടത്. ഓക്കെ,
അപ്പോൾ നമുക്ക് നേരെ ബാക്കി ഭാഗം കൂടി കാണാം. ഇനി ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഡോറൊക്കെ നല്ല വെയിറ്റാണ് കേട്ടോ, നല്ല ഒറിജിനൽ തേക്കാണുള്ളത്. അതുകൊണ്ടാണ്. ഇതെവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ, ഇവിടെ ബാൽക്കണി ഉണ്ട്. ഇത് നമ്മൾ ഇവിടെയൊക്കെ ആ മോളിൽ നിന്ന് ആ താഴത്തുനിന്ന് കയറി വരുന്ന സ്റ്റെയർ കയറിയിട്ട് വരുന്നൊരു ഭാഗമാണിത്. അയ്യോ, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ കറങ്ങി നമ്മൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരാം. കണ്ട, നമ്മൾ ആദ്യം കണ്ട ഭാഗത്തേക്ക് എത്തി. ഇത് നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ട ഇനി നമുക്ക് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നല്ല വെയിറ്റാണ് ഡോറിനൊക്കെ. ഇത് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് കണ്ട, കുറച്ച് വെറുതെ സാധനങ്ങളൊക്കെ ഇട്ടേക്കാൻ ഉണ്ട്. ഇത്രയും സ്പേസ് ഉണ്ട്. ഇവിടെ ഷീറ്റ് വർക്കാണ് ചെയ്തേക്കണം. കണ്ടോ, നല്ലൊരു സ്പേസ് ഉണ്ട് ഇവിടെ. സാധനങ്ങൾ ഫുള്ള് ഫർണിച്ചറൊക്കെ എടുത്തിട്ടേക്കാണ്. ഇവിടെ ഒരു ബാത്റൂമുണ്ട്. അപ്പോൾ വീട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത് ശരിക്കും ഞാൻ പറഞ്ഞു പുക്കാട്ടുപടിയിലാണ്. നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ. ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് 20 സെൻറ്റ് സ്ഥലവും ഈ 3500 സ്ക്വയർ ഫീറ്റും 5 ബെഡ്റൂം അടങ്ങുന്ന വീടിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഈ വീടിന് ചോദിക്കുന്നത് 1,60,00,000 രൂപയാണ് ചോദിക്കണേ. വില നെഗോഷ്യബിളാണ്. അത് 20 സെൻറ്റ് സ്ഥലവും വീടുമാണെങ്കിലാണ് വില. അതല്ല നിങ്ങൾക്ക് ഇനി സ്ഥലം ഒരു 2-3 സെൻറ്റ് കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് വില കുറയും. അതല്ല സ്ഥലം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ വീണ്ടും കുറച്ചും കൂടി വില കൂടുതലാവും. അതാണ് ഇതിൻ്റെ വില. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.